വെളുത്തൂരിൽ ഉത്സവഗാനമേളയ്ക്കിടെ ഉണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലെടുത്തവരെ അന്തിക്കാട് സിഐ കരിക്ക് കൊണ്ട് ക്രൂരമായി മർദ്ദിച്ചതായി പരാതി. 6 പേർ തൃശൂർ ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി. തൃശൂർ ജില്ലയിൽ ഹയർ സെക്കൻഡറി പരീക്ഷയിൽ 82.40% വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ 77.59% വിജയം. 27,078 വിദ്യാർത്ഥികൾ ഉപരിപഠനത്തിന് യോഗ്യത നേടി. കൊടകരയിൽ BPCL പാചകവാതക പ്ലാന്റിലെ ഡ്രൈവർക്ക് CITU കൈത്തിറക്ക് തൊഴിലാളികളുടെ ക്രൂരമർദ്ദനം. മർദ്ദനത്തിന്റെ CCTV ദൃശ്യങ്ങൾ TCVക്ക് ലഭിച്ചു. മഞ്ചേശ്വരത്ത് വാഹനാപകടത്തിൽ മരിച്ച എരിങ്ങാലക്കുട സ്വദേശികൾക്ക് നാടിന്റെ കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി. മൂവരുടെയും സംസ്കാരം വീട്ടുവളപ്പിൽ നടന്നു. വാൽപ്പാറയിൽ ആദിവാസി യുവാവിനെ കാട്ടാന ചവിട്ടിക്കൊന്നു. നെടുംകുട്ര ആദിവാസി ഊരിലെ രവിയാണ് കൊല്ലപ്പെട്ടത്. വാച്ചുമരം ആദിവാസി കോളനിയിൽ നിന്നും കാണാതായ വയോധികയ്ക്ക് വേണ്ടി വ്യാഴാഴ്ച നടന്ന തിരച്ചിലും വിഫലം. കൊഴൂരിൽ വീടിനകത്ത് അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 25 പവന്റെ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ച സംഭവത്തിൽ അയൽവാസിയായ അമ്മയും മകളും അറസ്റ്റിൽ. വിശദമായ വാർത്തകളിലേക്ക്. വെളുത്തൂർ നമ്പൂർക്കാവ് ഭരണി ഉത്സവ രാത്രി ഗാനമേളയ്ക്കിടെ ഉണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ട് അന്തിക്കാട് പോലീസ് നിരപരാധികളെ കസ്റ്റഡിയിലെടുത്ത് ക്രൂരമായി മർദ്ദിച്ചുവെന്ന് പരാതി. കരിക്ക് കൊണ്ട് ക്രൂരമർദ്ദനമേറ്റ 6 പേരെ തൃശൂർ ജില്ലാ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. CPM പ്രവർത്തകരായ വെളുത്തൂർ സ്വദേശികളായ മിഥുൻ, സുനിൽകുമാർ എന്നിവരെയും പ്രായപൂർത്തിയാകാത്ത വെളുത്തൂർ സ്വദേശികളായ നിരഞ്ജൻ, അമിത്, അഭിനന്ദ്, അർജുൻ എന്നിവരെയുമാണ് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അന്തിക്കാട്ടെ പഴയ പോലീസ് സ്റ്റേഷൻ കെട്ടിടത്തിൽ വെച്ച് പുലർച്ചെ കരിക്കുകൊണ്ടും ഉലക്ക കൊണ്ടും ക്രൂരമായി മർദ്ദിച്ചുവെന്നാണ് പരാതി. അന്നേരം വൈകുന്നേരം ഞങ്ങൾ ഇവിടെ കൊണ്ടാണ് എൻ്റെ ഇവിടെ നിന്ന് ഒരു 2 CI വന്നിട്ട് നമ്മുടെ ആ റൂമിലേക്ക് അവിടെ ഒരു ഷെഡ് ഉണ്ട്, അവിടെ കൊണ്ടുപോയിട്ട് ഞങ്ങളെ ഈ കരിക്ക് തുണിയിൽ കെട്ടിയിട്ട് നല്ലോണം അടിയായിരുന്നു. ഒരു 5-6 കിട്ടിയിട്ടുണ്ട്. പിന്നെ മോന്താൻ പിടിയില് നെഞ്ചത്തിടി ഒക്കെ ആയിരുന്നു. നമ്മൾ അതിനുള്ള തെറ്റം നമ്മൾ ചെയ്തിട്ടില്ല. അമ്പലപ്പറമ്പിൽ ചെറിയതുണ്ടെങ്കിൽ മാത്രം ഇവിടെ കൊണ്ടുവന്നിട്ടാണ്. പിന്നെ ഈ കരിക്കൊണ്ടാണ് ഇവിടെ വന്നിട്ടുള്ള. ഇന്നലെ 20 പേരങ്ങനെ ഉണ്ടായിരുന്നു. 20 പേർക്കും നല്ലോണം എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. നമ്പോർക്കാവ് ഭരണി ഉത്സവത്തിന്റെ ഭാഗമായി രാത്രി നടന്ന ഗാനമേളയ്ക്കിടെയാണ് സംഘർഷമുണ്ടായത്. സംഘർഷത്തിൽ പിടിച്ചു മാറ്റാൻ എത്തിയവരെയും ഇടയിൽ വീണ് കിടന്നവരെയും ഉൾപ്പെടെ 15ഓളം പേരെ CIയുടെ നേതൃത്വത്തിൽ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നുവെന്നാണ് ആരോപണം. കസ്റ്റഡിയിലെടുത്തവരെ അന്തിക്കാട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോവുകയും പുലർച്ചെ ചായ വാങ്ങിക്കൊടുക്കാനും മൂത്രമൊഴിപ്പിക്കാനുമെന്നും പറഞ്ഞ് പുറത്തിറക്കി പഴയ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി CIയും മറ്റൊരു പോലീസുകാരനും ചേർന്ന് അതിക്രൂരമായി മർദ്ദിച്ചുവെന്നാണ് പരാതി. ഏതാനും ദിവസം മുൻപ് ചാഴൂരിലെ CPM പ്രാദേശിക നേതാവിനെ കരിക്കുകൊണ്ട് മർദ്ദിച്ചതിനെ തുടർന്ന് അന്വേഷണം നേരിടുന്നയാളാണ് CIയും അഡീഷണൽ SIയും. CIക്കും മറ്റു പോലീസുകാർക്കും എതിരെ മനുഷ്യാവകാശ കമ്മീഷനും മുഖ്യമന്ത്രിക്കും ഉടൻ പരാതി നൽകുമെന്ന് ജില്ലാ ആശുപത്രിയിലെത്തിയ CPM നേതാക്കൾ പറഞ്ഞു. അതിഭീകരമായി മർദ്ദിക്കുകയാണ് ഉണ്ടായത്. കരിക്ക് ഉൾപ്പെടെ വരുന്ന സാധനങ്ങൾ പ്രയോഗിച്ചുകൊണ്ട് നെഞ്ചിലും പുറത്തും മുഴുവൻ ഇടിച്ച് ഭീകരമായ മർദ്ദനം ഏൽക്കേണ്ട വന്നവരാണ്. അതിൽ 14 വയസ്സ് പ്രായമായിട്ടുള്ള 3-4 പേരുണ്ട്. ഇതിന് സമാന്തരമായിട്ടുള്ളൊരു കാര്യമാണ് ഏതാനും നാളുകൾക്ക് മുമ്പ് ചാഴൂര് പഞ്ചായത്തിലുണ്ടായത്. ഇയാൾക്കെതിരെ ശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് പറയാനുള്ളത്. TCV തൃശൂർ. ഹയർ സെക്കൻഡറി പരീക്ഷയിൽ തൃശൂർ ജില്ലയിൽ 82.40% വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ 77.59% വിജയം. ജില്ലയിൽ 32,862 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയതിൽ 27,078 വിദ്യാർത്ഥികൾ ഉപരിപഠനത്തിന് യോഗ്യത നേടി. 3,907 പേർക്ക് മുഴുവൻ വിഷയങ്ങൾക്കും A+ ലഭിച്ചു. ടെക്നിക്കൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ തൃശൂർ ജില്ലയിൽ 67% വിജയം കൈവരിച്ചു. പരീക്ഷ എഴുതിയ 31 വിദ്യാർത്ഥികളിൽ 21 പേർ ഉപരിപഠനത്തിന് യോഗ്യത നേടി. ഹയർ സെക്കൻഡറി പരീക്ഷയിൽ തൃശൂർ ജില്ലയിൽ ഓപ്പൺ സ്കൂൾ വിഭാഗത്തിൽ 39% വിജയം കരസ്ഥമാക്കി. പരീക്ഷ എഴുതിയ 1,811 വിദ്യാർത്ഥികളിൽ 718 പേർ ഉപരിപഠനത്തിന് യോഗ്യത നേടി. 29 പേർക്ക് മുഴുവൻ വിഷയങ്ങളിൽ A+ ലഭിച്ചു. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിഭാഗത്തിൽ 77.59% വിജയം. പരീക്ഷ എഴുതിയ 2,405 വിദ്യാർത്ഥികളിൽ 1,866 പേർ ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യരായി. കേരള കലാമണ്ഡലം ആർട്ട് ഹയർ സെക്കൻഡറി സ്കൂളിൽ +2-ന് 100% വിജയം നേടി. TCV ന്യൂസ് തൃശൂർ. മാതാപിതാക്കളുടെ നിശബ്ദ സ്നേഹത്തിന്റെ പിന്തുണയിൽ റോൺ സോളമൻ നേടിയത് മുഴുവൻ A+ വിജയം. ബധിരരും മൂകരുമായ മാതാപിതാക്കളുടെ മകനായ റോണിന്റെ വിജയം ഒരു നാടിനാകെ ആഹ്ലാദം പകരുകയാണ്.
പാവറട്ടിക്കടുത്ത് പേരകം സ്വദേശികളായ ചീരൻ സോളമനും സിബി സോളമനുമാണിത്. ബധിരരും മൂകരുമായ ഇരുവരുടെയും വിവാഹം വലിയ വാർത്തയായിരുന്നു. രണ്ടുപേരും ഒരേ പരിമിതികൾ നേരിടുന്നവരായതിനാൽ ഇവർ എങ്ങനെ മുന്നോട്ടു പോകുമെന്ന് സംശയിച്ചു നിന്ന സമൂഹത്തിനു മുന്നിൽ അഭിമാനത്തോടെ ഇപ്പോൾ ശിരസ്സുയർത്തി നിൽക്കുകയാണ് ഇവർ. 2 ആൺമക്കളാണ് ഇവർക്കുള്ളത്, റോണും റിഷോണും. ഇതിൽ റോൺ ആണ് ഈ മാതാപിതാക്കൾക്ക് അഭിമാനിക്കാൻ അവസരമൊരുക്കിയത്. ഇത്തവണത്തെ SSLC പരീക്ഷയിൽ ചാവക്കാട് MRRM ഹയർ സെക്കൻഡറി സ്കൂളിൽ 14 പേർക്കാണ് ഫുൾ A+ ലഭിച്ചത്. അതിലൊരാൾ ഈ കുടുംബത്തിലെ റോൺ സോളമനാണ്. സത്യത്തിൽ പറഞ്ഞാൽ പ്രതീക്ഷയിൽ കിട്ടുന്നു. കാരണം 2-3 വിഷയങ്ങൾ ടഫ് ഉള്ള പോലെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഒട്ടും പ്രതീക്ഷയില്ല 10 A+ കിട്ടുന്ന. പിന്നെ റിസൾട്ട് നോക്കിയപ്പോൾ എനിക്ക് സംശയമായി. പിന്നെ കൂട്ടുകാരനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു എനിക്ക് ഫുൾ A+ ആണ്. അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് കിട്ടിയതിന്. ഞാൻ പോലും പ്രതീക്ഷിക്കാണ്ട് കിട്ടിയൊരു ഇതായ കാരണം ഒത്തിരി സന്തോഷം തോന്നുന്നുണ്ട്. പേരൻസ് ഭയങ്കര സപ്പോർട്ടായിരുന്നു. കാലത്ത് എനിക്കാനും പഠിക്കാനൊക്കെ ഡെയിലി ഇങ്ങനെ പറയും. പിന്നെ ട്യൂഷൻ മാഷ് പറയും സഹായിക്കുക. ആള് പറയും സ്കൂളില്ലാത്ത ദിവസം അവിടെ വന്നിരുന്ന പഠിപ്പിച്ചു തരാം. പിന്നെ സ്കൂളിലായാലും മോർണിംഗ് ഈവനിങ് ക്ലാസ്സുകളായിട്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് ടീച്ചർമാരൊക്കെ. സോളമന്റെയും സിബിയുടെയും മാതാപിതാക്കളും കുടുംബാംഗങ്ങളുമാണ് കുട്ടികൾക്ക് ശബ്ദത്തിന്റെയും ഭാഷയുടെയും ലോകത്തെ പരിചയപ്പെടുത്തിയത്. കുഞ്ഞുങ്ങളായിരുന്നപ്പോൾ സമാനതകളില്ലാത്ത പ്രതിസന്ധികളിലൂടെയാണ് ഇവർ കടന്നുപോയതെന്ന് ബന്ധുവായ ഷാജി റാഫേൽ പറഞ്ഞു. ഇവർക്ക് കേൾവി ശക്തിയില്ല, പിന്നെ സംസാരമില്ലാത്ത കാരണം തൊട്ട് കഴിഞ്ഞാലാണ് അറിയാം. അപ്പോൾ ഒരു റൂമിൽ കുഞ്ഞുകുട്ടീനെ ജനിച്ച ഉടനെ കുഞ്ഞുകുട്ടീനെ അവിടെ കിടത്തി പരിപാടികൾ വരുമ്പോൾ അതിന് ബുദ്ധിമുട്ടിന് പകരം എന്താ ചെയ്തതെന്ന് വെച്ചാൽ വാതിൽ ഒരു പാളി, ബെഡ്റൂമിൻ്റെ ഒരു പാളി, 2 വാതിലിൻ്റെ ഒരു പാളി തുറന്നിട്ടിട്ട് അവിടെ ഒരു വടി എന്തെങ്കിലും വെച്ചിട്ട് ഇവരെ വാതിലുമേ തട്ടി അല്ലെങ്കിൽ അവരെ കാലുമേ എന്തെങ്കിലും പെട്ടെന്ന് തട്ടി സ്പർശനം ഉണ്ടാക്കിയിട്ട് അവരെ അറിയിക്കുന്ന രീതിയിലാണ് ചെയ്തിരുന്നത്. അപ്പോൾ അവർ ഉണരും. അങ്ങനെ കുട്ടിക്ക് പാൽ കൊടുക്കലും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. അതൊരു വലിയൊരു ട്രെയിനിങ് തന്നെ ഇവർക്ക് അവരെ സംസാരിക്കാത്ത ഒരു കൂട്ടത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നു. അവരിലൂടെയാണ് അവരത് പഠിച്ച് അങ്ങനെ ഒരു പല ടെക്നിക്കുകളുണ്ട് അതിൽ ആ വളർത്തലിൻ്റെ ഭാഗമായിട്ട്. അങ്ങനെയാണ് അവരൊരു വളർന്നു വന്നത്. പിന്നെ തുടക്കത്തിൽ കുഞ്ഞുമക്കൾ അപ്പനമ്മരും കൂടി നോക്കുമ്പോൾ അപ്പനമ്മ എന്ന് വിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അവർ തിരിച്ച് സംസാരിക്കുന്നില്ല എന്നുള്ളത് കുറച്ചുകൂടി കഴിയുമ്പോഴാണ് അവർ അറിയുന്നുള്ളൂ. ആ ഒരു കാലഘട്ടത്തിൽ ഇവരെ അമ്മാമ്മമാരാണ് ഇവർക്ക് കൂടുതൽ പരിപാലനവും സംരക്ഷണവും എഴുത്തിന് പഠിപ്പിക്കലും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്. അങ്ങനെയാണ് അവരെ ചെറുപ്പം ഡെവലപ്പ് ചെയ്തു പോകുന്നത്. പരിമിതികളും പ്രതിസന്ധികളും മറികടന്ന് മകൻ മികച്ച വിജയം നേടിയപ്പോൾ വിജയിച്ചത് ഒരു കാലത്ത് സമൂഹം സംശയത്തോടെയും ചിലപ്പോഴെങ്കിലും പരിഹാസത്തോടെയും നോക്കിക്കണ്ട ഇവരുടെ ദാമ്പത്യ ജീവിതം കൂടിയാണ്. നെഞ്ച് നിറയുന്ന സന്തോഷം വാക്കുകളിൽ ആവാഹിക്കാനോ ആരവങ്ങൾ മുഴക്കാനോ കഴിയുന്നില്ലെങ്കിലും സ്നേഹത്തിന്റെ ഭാഷയായ ആലിംഗനം കൊണ്ടും നിശബ്ദ ചുംബനം കൊണ്ടും പൊന്നുമോന്റെ വിജയം ആഘോഷിക്കുകയാണ് ഇവർ. മറൈൻ എഞ്ചിനീയറിംഗ് മേഖലയിൽ ഒരു ജോലി സ്വപ്നം കാണുന്ന മകനെ തുടർ പഠനത്തിനുള്ള വഴിയൊരുക്കാൻ പെയിന്റിംഗ് തൊഴിലാളിയായ സോളമനെ പൊരിവെയിലിനെ വകവയ്ക്കാതെ ഇനിയുമേറെ വിയർപ്പൊഴുക്കേണ്ടി വരും എന്നത് തീർച്ചയാണ്. എങ്കിലും പ്രതീക്ഷയോടെ തന്നെ ഈ കുടുംബം മുന്നോട്ടു പോവുകയാണ്. പിന്തുണയുമായി ഒരു നാട് മുഴുവൻ ഒപ്പമുണ്ട്. നേപ്പാളി പെൺകുട്ടിക്ക് SSLC പരീക്ഷയിൽ മുഴുവൻ A+. കല്ലറ്റുംകര BVMHS സ്കൂളിലെ വിനീത വിശ്വകർമ്മ എന്ന കുട്ടിക്കാണ് എല്ലാ വിഷയത്തിലും A+ നേടിയത്. കല്ലറ്റുംകര ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിനുള്ളിലെ മിഠായി കമ്പനിയിൽ ജീവനക്കാരനായ നേപ്പാൾ സുർക്കിത്ത് സ്വദേശി ബാൽ ബഹദൂറിന്റെയും പൂജയുടെയും 3 മക്കളിൽ മൂത്തവളാണ് വിനീത. അധ്യയന വർഷം ആരംഭത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ടിനെ തുടർന്ന് നാട്ടിലേക്ക് തിരിച്ചുപോകാൻ ഒരുങ്ങിയതായിരുന്നു വിനീതയുടെ കുടുംബം. എന്നാൽ അധ്യാപകർ നൽകിയ സഹായത്തെ തുടർന്നാണ് വിനീതയും സഹോദരങ്ങളും പഠനം തുടർന്നത്. വിനീത പഠനത്തിൽ മാത്രമല്ല നൃത്തത്തിലും മികവ് പുലർത്തുന്ന കുട്ടിയാണെന്ന് അധ്യാപകർ പറഞ്ഞു. സഹോദരങ്ങളായ വിശാൽ 7-ൽ BVMHSലും ഇളയ സഹോദരി ജാനകി തൊട്ടടുത്തുള്ള IJLP സ്കൂളിലുമാണ് പഠിക്കുന്നത്. കൊച്ചി BPCL പാചകവാതക പ്ലാന്റിലെ കരാർ ഡ്രൈവർക്ക് CITU കൈത്തിറക്ക് തൊഴിലാളികളുടെ ക്രൂരമർദ്ദനം. മർദ്ദനത്തിന്റെ CCTV ദൃശ്യങ്ങൾ TCBക്ക് ലഭിച്ചു. തൃശൂർ കൊടകര ശ്രീമോൻ ഏജൻസിയിൽ ലോഡ് ഇറക്കാൻ എത്തിയപ്പോഴായിരുന്നു 20 രൂപ കുറഞ്ഞുവെന്നാരോപിച്ച് മർദ്ദിച്ചത്. സംഭവത്തിൽ പ്രതിഷേധിച്ച് കൊച്ചി BPCL പാചകവാതക പ്ലാന്റിലെ ഡ്രൈവർമാർ പണിമുടക്കിയതോടെ 7 ജില്ലകളിലേക്കുള്ള പാചകവാതക വിതരണം നിലച്ചു. ബുധനാഴ്ച ഉച്ചയോടെയാണ് അമ്പലമുകളിലെ BPCL യൂണിറ്റിൽ നിന്ന് പാചകവാതക സിലിണ്ടറുമായി കാലടി സ്വദേശി ശ്രീകുമാർ കൊടകര ശ്രീമോൻ ഏജൻസിയിൽ എത്തിയത്. ലോഡ് ഇറക്കാൻ കരാർ പ്രകാരമുള്ള തുകയേക്കാൾ 20 രൂപ കൂടുതൽ ആവശ്യപ്പെട്ടാണ് വാക്കുതർക്കമുണ്ടായത്. തുടർന്ന് 2 കയറ്റിറക്ക് തൊഴിലാളികൾ ചേർന്ന് ശ്രീകുമാറിനെ മർദ്ദിക്കുകയായിരുന്നു.
ഡ്രൈവറുടെ കഴുത്തിൽ പിടിച്ചുകൊണ്ട് മുഖത്തടിക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട്. ഒരാൾ ശ്രീകുമാറിനെ പിടിച്ചുവെക്കുകയും മറ്റൊരാൾ മർദ്ദനം തുടരുന്നതും ദൃശ്യത്തിൽ കാണാം. മർദ്ദിക്കുന്നത് തടയാൻ സ്വകാര്യ ഏജൻസിയിലെ ജീവനക്കാരൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അടിയേറ്റ ശ്രീകുമാർ താഴെ വീഴുകയായിരുന്നു. ശ്രീകുമാർ താഴെ വീണ ശേഷവും മർദ്ദിക്കാൻ ഒരുങ്ങിയെങ്കിലും സ്വകാര്യ ഏജൻസിയിലെ ജീവനക്കാരൻ CITU കയറ്റിറക്ക് തൊഴിലാളികളെ പിടിച്ചു മാറ്റുകയായിരുന്നു. മഞ്ചേശ്വരത്ത് വാഹനാപകടത്തിൽ മരിച്ച ഇരിങ്ങാലക്കുട സ്വദേശികളായ അച്ഛനും മക്കൾക്കും നാടിന്റെ കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി. ചൊവ്വാഴ്ച രാവിലെ 11 മണിയോടെ കാറും ആംബുലൻസും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ കണ്ടേശ്വരം പുതുമന വീട്ടിൽ ശിവകുമാർ, മക്കളായ ശരത്, സൗരവ് എന്നിവരാണ് മരിച്ചത്. വീട്ടിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. ശരത്തിന്റെയും സൗരവിന്റെയും സഹപാഠികൾ അടക്കം ഒട്ടേറെ പേർ വീട്ടിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു. തുടർന്ന് ചടങ്ങുകൾക്ക് ശേഷം വീട്ടുവളപ്പിൽ മൃതദേഹം സംസ്കരിച്ചു. വാൽപ്പാറയിൽ ആദിവാസി യുവാവിനെ കാട്ടാന ചവിട്ടിക്കൊന്നു. കേരള അതിർത്തിയോട് ചേർന്നുള്ള തമിഴ്നാട് വാൽപ്പാറയ്ക്കടുത്ത് നെടുംകുണ്ട്ര ആദിവാസി ഊരിലെ 55 വയസ്സുള്ള രവിയാണ് കൊല്ലപ്പെട്ടത്. ബുധനാഴ്ച രാത്രി 9 മണിയോടെയാണ് സംഭവം. 2 സുഹൃത്തുക്കൾക്കൊപ്പം ഊരിലേക്ക് വരുന്നതിനിടയിലാണ് കാട്ടാന ആക്രമിച്ചത്. കാട്ടാനയുടെ മുന്നിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ രവിയെ ആക്രമിക്കുകയായിരുന്നു. വനവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. പൊരിങ്ങൽകുത്ത് വാച്ചുമരം ആദിവാസി കോളനിയിൽ നിന്നും കാണാതായ വയോധിക അമ്മിണിക്ക് വേണ്ടി വ്യാഴാഴ്ച നടന്ന തിരച്ചിലും വിഫലമായി. വനപാലകരും പോലീസും ആദിവാസികളുടെ സഹായത്തോടെ 3 കിലോമീറ്റർ ദൂരം വിശദമായി പരിശോധിച്ചു. തൃശൂരിൽ നിന്നുള്ള ഡോഗ് സ്ക്വാഡും തിരച്ചിലിനെത്തിയിരുന്നു. 3 ദിവസം തുടർച്ചയായി നടന്ന പരിശോധനയും ഫലം കാണാത്ത സാഹചര്യത്തിൽ ജില്ലാ കളക്ടറുമായി ആലോചിച്ച് തുടർ നടപടികൾ സ്വീകരിക്കും. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് കോളനിയിലെ കൃഷ്ണൻകുട്ടിയുടെ ഭാര്യ 75 വയസ്സുള്ള അമ്മിണി വിറക് ശേഖരിക്കുന്നതിനായി ഉൾക്കാട്ടിലേക്ക് പോയത്. കുഴൂരിൽ വീടിനകത്ത് അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 25 പവന്റെ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ച അയൽവാസിയായ അമ്മയെയും മകളെയും പോലീസ് അറസ്റ്റ് ചെയ്തു. അയൽവാസികളായ തടിക്കൽ വീട്ടിൽ രമ, മകൾ രതിക എന്നിവരാണ് അറസ്റ്റിലായത്. തെക്കുമുറി പുളിക്കൽ പ്രകാശന്റെ വീട്ടിലെ സ്വർണ്ണാഭരണങ്ങളാണ് കവർന്നത്. ഇരു കുടുംബങ്ങളും തമ്മിൽ നല്ല ബന്ധത്തിലല്ലായിരുന്നു. ഞായറാഴ്ച പ്രകാശന്റെ വീട്ടിൽ ആരുമില്ലാതിരുന്ന സമയത്ത് ടൂത്ത് ബ്രഷ് വെച്ചിരുന്ന പ്ലാസ്റ്റിക് പാത്രത്തിൽ നിന്ന് താക്കോലെടുത്ത് വാതിൽ തുറന്ന ആഭരണങ്ങൾ എടുക്കുകയായിരുന്നു. പ്രകാശിന്റെ വീട്ടുകാർ വീട് പൂട്ടി സ്ഥിരമായി താക്കോൽ സൂക്ഷിക്കുന്നത് പ്രതികളുടെ വീട്ടിൽ നിന്നാൽ കാണാവുന്നതാണ്. രതികയുടെ സ്വർണം സൂക്ഷിക്കുന്നതിനായി എടുത്തിരുന്ന ലോക്കറിലാണ് മോഷ്ടിച്ച സ്വർണം വെച്ചിരുന്നത്. ആഭരണങ്ങൾ കുണ്ടൂരിൽ സഹകരണ ബാങ്കിലെ ലോക്കറിൽ നിന്ന് കണ്ടെടുത്തു. ഒരു ഭാഗം സ്വർണം ജ്വല്ലറിയിൽ നിന്ന് മാറ്റി വാങ്ങിയ ശേഷം ഒരുമിച്ചാണ് ലോക്കറിൽ വെച്ചിരുന്നത്. യുവമോർച്ച നേതാവ് പെരിയമ്പലം മണികണ്ഠൻ കൊലക്കേസിലെ 2ാം പ്രതി വടക്കേക്കാട് പോലീസിന്റെ പിടിയിലായി. ചാവക്കാട് പുതിയങ്ങാടി സ്വദേശി നസറുള്ള തങ്ങളെയാണ് 5 വർഷത്തിന് ശേഷം പാടൂരിൽ നിന്ന് വടക്കേക്കാട് SHO R ബിനുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. 2004 ജൂൺ 12-നാണ് മണികണ്ഠനെ കൊലപ്പെടുത്തിയത്. കേസിൽ പ്രതിയായ നസറുള്ള വിചാരണ നടക്കുന്നതിനിടയിലാണ് ഒളിവിൽ പോയത്. വിദേശത്തും നാട്ടിലുമായി അബ്ദുൾ ഷുക്കൂർ എന്ന വ്യാജ പേരിൽ വിവിധ സ്ഥലങ്ങളിൽ ഒളിവിൽ കഴിയുകയായിരുന്നു. നസറുള്ള പാടൂരിലെ ഭാര്യ വീട്ടിൽ ഇടയ്ക്കിടെ വന്നു പോകാറുള്ള വിവരം ലഭിച്ചതനുസരിച്ച് നടത്തിയ പരിശോധനയിലാണ് അതിസാഹസികമായി നസറുള്ളയെ പോലീസ് പിടികൂടിയത്. ആന്റി ടെററിസ്റ്റ് സ്ക്വാഡ്, ക്രൈംബ്രാഞ്ച് ഉൾപ്പെടെ വിവിധ കുറ്റാന്വേഷണ ഏജൻസികൾ പ്രതിയെ ചോദ്യം ചെയ്തു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. യൂത്ത് കോൺഗ്രസ് നേതാവായ പുന്ന നൌഷാദിനെ കൊലപ്പെടുത്തിയ കേസിലെ 12ാം പ്രതിയാണ് നസറുള്ള. മണികണ്ഠൻ കൊലക്കേസിൽ 1ാം പ്രതിയായ ഖലീലിനെ ജീവപര്യന്തം തടവിന് കോടതി ശിക്ഷിച്ചിരുന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വൈശാഖ പുണ്യമാസാചരണത്തിന് തുടക്കമായി. ക്ഷേത്ര ദർശനത്തിന് അഭൂതപൂർവമായ ഭക്തജന തിരക്ക് അനുഭവപ്പെട്ടു. വൈശാഖ മാസാരംഭവും വ്യാഴാഴ്ചയും ഒന്നിച്ചു വന്നതോടെയാണ് ക്ഷേത്രത്തിൽ ഭക്തജന തിരക്കേറാൻ ഇടയായത്. തിരക്ക് കാരണം ഉച്ചയ്ക്ക് ക്ഷേത്രനട അടയ്ക്കാൻ വൈകി. ഭക്തർക്ക് മുഴുവൻ ദർശന സൗകര്യം ഒരുക്കിയ ശേഷം 2:40-നാണ് നടയടച്ചത്. വൈശാഖ മാസത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ വിശേഷാൽ സദ്യ നടന്നു. വൈശാഖ മാസത്തിലെ തിരക്ക് കണക്കിലെടുത്ത് നെയ്വിളക്ക് വഴിപാടിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വെള്ളിയാഴ്ച മുതൽ വൈശാഖ മാസം സമാപിക്കുന്ന ജൂൺ 6 വരെ ക്ഷേത്രത്തിൽ നെയ്വിളക്ക് ദർശനം പുലർച്ചെ 5 മുതൽ മാത്രമേ ഉണ്ടായിരിക്കൂ. ഇതോടെ വരി നിൽക്കുന്ന ഭക്തർക്ക് ദർശനത്തിന് കൂടുതൽ സൗകര്യമാകും. പൊതു അവധി ദിവസങ്ങളിൽ പുലർച്ചെ 4 മുതൽ 6 വരെ പതിവ് പോലെ നെയ്വിളക്ക് ദർശനം ഉണ്ടാകും. ബൈക്കിൽ വീട്ടിലെത്തിയവർ കവർന്ന സ്വർണ്ണമാലകൾ വീട്ടുമുറ്റത്ത് നിന്ന് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. ചെറുതുരുത്തി പള്ളിക്കരയിൽ കഴിഞ്ഞ മാസം 30-നാണ് തൊറ്റപ്പറമ്പിൽ വീട്ടിൽ ഉർവശിയുടെ 1.5 പവൻ തൂക്കം വരുന്ന മാലയും ഇവരുടെ പേരക്കുട്ടി ദിനേശന്റെ ഭാര്യ രജിതയുടെ കഴുത്തിൽ കിടന്നിരുന്ന 4 പവൻ തൂക്കം വരുന്ന സ്വർണ്ണമാലയും ബൈക്കിൽ എത്തിയ 2 പേർ കവർന്നത്. കഴിഞ്ഞ ദിവസം CCTV ദൃശ്യത്തിൽ കണ്ട 2 പേരെ ചെറുതുരുത്തി സ്റ്റേഷനിൽ എത്തിച്ച് ചോദ്യം ചെയ്തിരുന്നു. ഇതിനുശേഷമാണ് വീടിന്റെ മുറ്റത്തുള്ള പൈപ്പിൻ ചുവട്ടിൽ മാലകൾ കണ്ടെത്തിയത്. ചെറുതുരുത്തി CI ബോബി വർഗീസിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി ആഭരണങ്ങൾ
കസ്റ്റഡിയിലെടുത്തു. പ്ലാസ്റ്റിക് സോഡ കുപ്പിയിലെ ഗോലി തൊണ്ടയിൽ കുടുങ്ങിയത് പരിഭ്രാന്തി പരത്തി. ആറാട്ടുപുഴ ആരോഗ്യ കേന്ദ്രത്തിലെ ആശാവർക്കർ ആറാട്ടുപുഴ സ്വദേശി കറുത്തെടുത്ത് അമ്പിളിയുടെ തൊണ്ടയിലാണ് സോഡ കുടിക്കുന്നതിനിടെ ഗോലി കുടുങ്ങിയത്. ജോലിയുടെ ഭാഗമായി ആറാട്ടുപുഴ പ്രദേശത്ത് വീടുകൾ കയറിയിറങ്ങുന്നതിനിടയിലാണ് കടയിൽ നിന്ന് അമ്പിളി സോഡ വാങ്ങിയത്. ആരോഗ്യ കേന്ദ്രത്തിലെത്തി ജീവനക്കാരോടൊപ്പം ചേർന്ന് സോഡ കുടിക്കുന്നതിനിടെ കുപ്പിയിലുണ്ടായിരുന്ന ഗോലി തൊണ്ടയിൽ കുടുങ്ങുകയായിരുന്നു. ഉടൻ തന്നെ ചുമച്ചു തുപ്പി ഗോലി പുറത്തു കളഞ്ഞാണ് അപകടനില തരണം ചെയ്തത്. സംഭവത്തെ തുടർന്ന് ആരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടറെ വിവരമറിയിച്ചു. സോഡ വിൽപ്പന നടത്തുന്ന തുട്ടിപ്പാളിലെ കമ്പനിയെ അറിയിച്ചെങ്കിലും ഇതേക്കുറിച്ച് നിരുത്തരവാദിത്വപരമായ മറുപടിയാണ് കമ്പനി അധികൃതർ പറഞ്ഞതെന്ന് ആരോപണമുണ്ട്. ജില്ലാ ഭക്ഷ്യ ആരോഗ്യ വകുപ്പ് അധികൃതർക്ക് വല്ലച്ചിറ ആരോഗ്യ കേന്ദ്രം അധികൃതർ പരാതി നൽകി. സോഡ ഈ ഗോലി എൻ്റെ വായിലേക്ക് ഇറങ്ങി, ഇവിടെ പിടിച്ച് ചുമച്ച് ഇങ്ങോട്ട് പുറത്തേക്ക് എടുത്തു. ഇതിൻ്റെ കമ്പനിയിലേക്ക് വിളിച്ചു. അവരോട് ഇങ്ങനെ കാര്യം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾക്കറിയില്ല ഇത് തുറന്നിട്ട് കുടിക്കാൻ പാടില്ല. അപ്പോൾ സാറ് പറഞ്ഞു, അങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ ഇത് സീൽ ചെയ്യണം. ഇപ്പം അറിയാത്ത ആരെങ്കിലും ആണെന്ന് വെച്ചെങ്കിൽ ഇത് തുറന്നിട്ടല്ല, ഇപ്പം 3 പേര് കുടിക്കണം, കാരണം അവർ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് തുറന്നതെന്ന് പറഞ്ഞു. അപ്പോൾ സാറ് പറഞ്ഞത് സീൽ ചെയ്തിട്ട് വിടണ്ടേ, പിന്നെ അങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ ഇത് തുറക്കാൻ പാടില്ല എന്നൊരു ലേബലുകൾ ഒട്ടിച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സാർ അപ്പോൾ തന്നെ ഫുഡ് സേഫ്റ്റി ഓഫീസർക്ക് വിളിച്ച് പറഞ്ഞു. അപ്പോൾ ആ സാർ പറഞ്ഞു ഇത് ഇനി കൊടുക്കണ്ടെന്ന് പറയാൻ പറഞ്ഞു. വൃക്കരോഗിയുടെ ചികിത്സയ്ക്കായി സ്വകാര്യ ബസ്സുകൾ കാരുണ്യയാത്ര നടത്തി. കൊടുങ്ങല്ലൂർ നഗരസഭയിലെ 8ാം വാർഡിൽ താമസിക്കുന്ന നിഖിൽ എന്ന യുവാവിന്റെ വൃക്ക മാറ്റിവെക്കുന്നതിനാവശ്യമായ തുക കണ്ടെത്തുന്നതിനാണ് കൊടുങ്ങല്ലൂർ തൃശൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന 10 ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകളും ലോക്കൽ ബസ്സും കാരുണ്യയാത്ര നടത്തിയത്. കാരുണ്യയാത്രയുടെ ഫ്ളാഗ് ഓഫ് RLV രാമകൃഷ്ണൻ നിർവഹിച്ചു. വാർഡ് കൗൺസിലർ C നന്ദകുമാർ അധ്യക്ഷനായിരുന്നു. നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത മുഖ്യാതിഥിയായി. ഷഹീൻ K മൊയ്തീൻ, TK ലാലു, TR ജിതിൻ, കൗൺസിലർമാരായ PN വിനയചന്ദ്രൻ, MU ഷിനിജ, അനിത ബാബു, പൊതുപ്രവർത്തകരായ ES സാബു, ഹണ്ണി പീതാംബരൻ, താജ് മാഷ്, KP സുനിൽകുമാർ എന്നിവർ പങ്കെടുത്തു. താന്നിയം ശ്മശാനത്തിൽ മാലിന്യം അലക്ഷ്യമായി സംഭരിച്ചു വയ്ക്കുന്ന പഞ്ചായത്തിന്റെ നടപടി അവസാനിപ്പിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് താന്നിയം പഞ്ചായത്ത് ഓഫീസിലേക്ക് BJP പ്രവർത്തകർ മാർച്ച് നടത്തി. യുവമോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷൈൻ നെടിയിരിപ്പിൽ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം വൈസ് പ്രസിഡന്റ് NS സുഗതൻ അധ്യക്ഷനായിരുന്നു. നാട്ടിക മണ്ഡലം പ്രസിഡന്റ് EP ഹരീഷ്, കൃഷ്ണനുണ്ണി, പ്രകാശൻ കണ്ടങ്ങത്ത്, മണ്ഡലം ഭാരവാഹികളായ നിഷ പ്രവീൺ, സുഗേന്ദു സെൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. കടപ്പുറം പഞ്ചായത്തിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് അംഗങ്ങൾ ഗുരുവായൂർ വാട്ടർ അതോറിറ്റി ഓഫീസിൽ നിൽപ്പ് സമരം നടത്തി. പൈപ്പ് ലൈനുകളിൽ കുടിവെള്ളം ലഭ്യമാക്കുക, പൈപ്പ് ലൈനുകളിലെ അറ്റകുറ്റപ്പണി യഥാസമയം പൂർത്തിയാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ വാട്ടർ അതോറിറ്റി ഓഫീസിന് മുന്നിൽ നിൽപ്പ് സമരം നടത്തിയത്. പ്രസിഡന്റ് സാലിഹ ഷൗക്കത്ത്, വൈസ് പ്രസിഡന്റ് കാഞ്ചന മൂക്കൻ, ഹസീന താജുദ്ദീൻ, VP മൻസൂർ അലി തുടങ്ങിയവർ പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകി. വിധി നിയോഗങ്ങളിൽ വീണുപോയ പഴയന്നൂർ കുമ്പളക്കോട് പ്രദേശത്തെ സുരേഷിന്റെ സ്വപ്നങ്ങൾ ഇന്ന് യാഥാർത്ഥ്യമായി. ചുട്ടുപൊള്ളുന്ന ടാർപോളിൻ ഷീറ്റ് കൊണ്ട് മേഞ്ഞ കൂരയിൽ നിന്നും സ്വപ്നഭവനത്തിലേക്ക് സുരേഷിനെയും കുടുംബത്തെയും എത്തിച്ചത് UK-യിലെ ചെൽട്ടൻ ഹോം മലയാളി അസോസിയേഷൻ എന്ന കൂട്ടായ്മയാണ്. റവന്യൂ മന്ത്രി K രാജൻ വീടിന്റെ താക്കോൽ ദാനം നിർവഹിച്ചു. അപകടത്തിൽ പരിക്കേറ്റ് ശരീരം പാതി തളർന്ന സുരേഷിന്റെയും കുടുംബത്തിന്റെയും ടാർപോളിൻ മേഞ്ഞ കൂരയിലെ ദുരിത ജീവിതം മാധ്യമങ്ങൾ വാർത്തയാക്കിയിരുന്നു. വാർത്ത ശ്രദ്ധയിൽപ്പെട്ട UK-യിലെ മാക് അസോസിയേഷൻ ഭാരവാഹികൾ മുൻകൈയെടുത്താണ് സുരേഷിന്റെ ഒറ്റമുറി വീട്ടിലെ ജീവിതത്തിൽ നിന്നും ഇന്ന് കാണുന്ന മനോഹരമായ ഭവനത്തിലേക്ക് എത്തിച്ചത്. 1050 സ്ക്വയർ ഫീറ്റിലാണ് മനോഹരമായ ഭവനം നിർമ്മിച്ചിട്ടുള്ളത്. വീട്ടുമുറ്റത്ത് നിന്നും വീൽചെയറിൽ ഇരുന്നുകൊണ്ട് തന്നെ സുരേഷിന് വീട്ടിലേക്കും വീട്ടിലെ മറ്റു മുറികളിലേക്കും ബാത്റൂമിലേക്കും കയറാൻ കഴിയുന്ന തരത്തിലാണ് വീടിന്റെ സജ്ജീകരണം. മാക് അസോസിയേഷൻ പ്രസിഡന്റ് ബെൻസൺ തോമസ്, സെക്രട്ടറി ഷിമ്മി ജോർജ്, ചാരിറ്റി കോർഡിനേറ്റർ ടിൻസി തോമസ്, PRO ഡേവിസ് പുത്തൂർ, ചാരിറ്റി കമ്മിറ്റി അംഗങ്ങളായ ജസ്വിൻ, നിക്സൺ, ഡെനിൽ, ബെന്നി, അനു എന്നിവരും വാർഡ് മെമ്പറും ജനപ്രതിനിധികളും നാട്ടുകാരും മാധ്യമപ്രവർത്തകരും ഒന്നു ചേർന്ന് നിന്നപ്പോൾ സാധ്യമായത് ഒരു കുടുംബത്തിന്റെ സ്വപ്നവും സന്തോഷവും തന്നെയാണ്. TCV ചേലക്കര. കൊടുങ്ങ ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിൽ ഈ മാസം 10 മുതൽ 12 വരെ മഹാചണ്ഡിക യജ്ഞം നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. അശ്വിനി ദേവ് തന്ത്രിയാണ് യജ്ഞാചാര്യൻ. സ്വാമി പ്രഭാകരാനന്ദ സരസ്വതി ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിക്കും. വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ അശ്വിനി ദേവ് തന്ത്രി, ക്ഷേത്രം പ്രസിഡന്റ് ബിജു ഓടാട്ടിൽ, സെക്രട്ടറി സജീവൻ കൈലാൻ, സുധൻ ആളോൻ, ശിവൻ ഓടാട്ടിൽ എന്നിവർ പങ്കെടുത്തു.
ന്യൂസ് ഓഫ് ഇന്ത്യ ഗുരുവായൂരിന്റെ ആഭിമുഖ്യത്തിൽ വനിതകൾക്ക് ഇരുചക്ര വാഹനങ്ങൾ നൽകി. വനിതകളുടെ തൊഴിൽ സാഹചര്യം മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ നാഷണൽ കോൺഫെഡറേഷന്റെ സഹായത്തോടെ 43 പേർക്കാണ് സ്കൂട്ടറുകൾ നൽകിയത്. മുൻ ഡെപ്യൂട്ടി കളക്ടർ എം പി ഗിരീഷ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. ന്യൂസ് ഓഫ് ഇന്ത്യ ജനറൽ സെക്രട്ടറി രവി പനക്കൽ അധ്യക്ഷനായിരുന്നു. ML ജോസഫ്, പ്രതീക്ഷ സുമേഷ്, KS സുജിത, അനീബ ആൻഡോ, CU ജോൺസൺ, RV ഫൈസൽ തുടങ്ങിയവർ സംസാരിച്ചു. ആക്ട്സ് ഗുരുവായൂർ ബ്രാഞ്ചിൽ സ്ഥാപക ദിനം ആഘോഷിച്ചു. പ്രസിഡന്റ് മാർട്ടിൻ ലൂയിസ് പതാക ഉയർത്തി. തുടർന്ന് വാഹന പ്രചാരണ ജാഥയും ഉണ്ടായിരുന്നു. മാണിക്കത്തപ്പടി യൂണിറ്റ് ജാഥയ്ക്ക് സ്വീകരണം നൽകി. സെക്രട്ടറി പ്രസാദ് പട്ടണത്ത്, വൈസ് പ്രസിഡന്റ് ഫൈസൽ പേരകം തുടങ്ങിയവർ നേതൃത്വം നൽകി. കുടിവെള്ള വിതരണ പൈപ്പ് മാറ്റി സ്ഥാപിക്കുന്നതിനായി കരാറുകാരൻ റോഡ് കുഴിച്ചതോടെ വഴിയടഞ്ഞു. ചന്തപ്പുര ജംഗ്ഷനിൽ നിന്നും ഉഴുവത്തുകടവിലേക്കുള്ള റോഡിന് നടുവിലാണ് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് മാറ്റി സ്ഥാപിക്കുന്നതിനായി കുഴിയെടുത്തത്. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി പൈപ്പ് ലൈൻ മാറ്റി സ്ഥാപിക്കുന്ന പ്രവൃത്തിയാണ് നടക്കുന്നത്. നാട്ടുകാർക്ക് നടന്നു പോകാൻ പോലും കഴിയാത്ത വിധത്തിൽ വൻ ഗർത്തമാണ് ഇവിടെയുള്ളത്. അപകട സൂചനാ മുന്നറിയിപ്പ് ബോർഡോ വിളക്കോ സ്ഥാപിക്കാതെ റോഡ് കുഴിച്ച നടപടിക്കെതിരെ വ്യാപകമായ പ്രതിഷേധം ഉയർന്നിട്ടുണ്ട്. നാട്ടുകാരുടെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിച്ച നടപടിയിൽ വാർഡ് കൗൺസിലർ KR ജൈത്രൻ പ്രതിഷേധിച്ചു. അടിയന്തരമായി റോഡ് തുറന്നു നൽകിയില്ലെങ്കിൽ പ്രതിഷേധ സമരം നടത്തുമെന്ന് KR ജൈത്രൻ മുന്നറിയിപ്പ് നൽകി. അഖില കേരള കത്തോലിക്ക കോൺഗ്രസ് ഒല്ലൂർ ഫൊറോന ജനറൽ ബോഡി യോഗവും പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നടന്നു. യോഗം ഫൊറോന പ്രൊമോട്ടർ ഫാദർ റാഫേൽ വടക്കൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ഷാജു വാഴപ്പറമ്പിൽ അധ്യക്ഷനായിരുന്നു. അഡ്വക്കേറ്റ് ബിജു കുണ്ടുകുളം തെരഞ്ഞെടുപ്പ് നടപടികൾക്ക് നേതൃത്വം നൽകി. സെക്രട്ടറി ഡെൻസൺ ചിറയത്ത്, പ്രൊഫസർ VA വർഗീസ്, EJ ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു. കേരള അഡ്വക്കേറ്റ്സ് ക്ലർക്സ് അസോസിയേഷൻ ചാവക്കാട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കുടുംബസംഗമവും യാത്രയയപ്പും നടന്നു. ചാവക്കാട് ഫാസ്റ്റ് ട്രാക്ക് കോടതി ജഡ്ജ് അന്യാസ് തയ്യിൽ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് വൈസ് പ്രസിഡന്റ് K ബിനീഷ് അധ്യക്ഷനായിരുന്നു. സ്ഥലം മാറിപ്പോകുന്ന ചാവക്കാട് മജിസ്ട്രേറ്റ് രോഹിത് നന്ദകുമാറിന് ഉപഹാരം സമ്മാനിച്ചു. സബ് ജഡ്ജ് വിനോദ്, ചാവക്കാട് മുൻസിഫ് ഡോക്ടർ അശ്വതി അശോക്, KSCA തൃശൂർ ജില്ലാ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് VM ബിനു, ജില്ലാ ജോയിന്റ് സെക്രട്ടറി P വിജീഷ് എന്നിവർ സംസാരിച്ചു. ഊർജ കിരൺ സമ്മർ ക്യാമ്പയിൻ തെക്കുംകരയിൽ സംഘടിപ്പിച്ചു. KSCB, EMC, BEE, ഊർജ ചിത്ര ഗുരുവായൂർ എന്നിവർ സംയുക്തമായി തെക്കുംകര പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച ക്യാമ്പയിൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് E ഉമാലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു. സ്ഥിര സമിതി അധ്യക്ഷൻ PR രാധാകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. പഞ്ചായത്ത് അംഗം ഷൈനി ജേക്കബ്, KSCB എഞ്ചിനീയർ T ശരത് ചന്ദ്രൻ, പാലക്കാട് അനർട്ട് എഞ്ചിനീയർ P വിജീഷ് കുമാർ എന്നിവർ പങ്കെടുത്തു. വേനൽക്കാല വൈദ്യുതി സംരക്ഷണം, കർഷകർക്ക് സൗജന്യ സോളാർ, വീടുകളിലേക്ക് സബ്സിഡിയോടെ സൗജന്യ വൈദ്യുതി എന്നിവയെ സംബന്ധിച്ചായിരുന്നു ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത്. കുന്നംകുളം നഗരസഭയുടെ മഴക്കാല പൂർവ്വ ശുചീകരണ രോഗപ്രതിരോധം പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള ആലോചനാ യോഗം ചേർന്നു. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ യോഗത്തിൽ അധ്യക്ഷയായിരുന്നു. വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ PM സുരേഷ്, സജിനി പ്രേമൻ, പ്രിയ സജീഷ്, T സോമശേഖരൻ, കൗൺസിലർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് AV മണികണ്ഠൻ മഴക്കാല രോഗങ്ങളും പ്രതിരോധ മാർഗങ്ങളും സംബന്ധിച്ച് ക്ലാസ് എടുത്തു. വാർഡ് തല സാനിറ്റേഷൻ കമ്മിറ്റികൾ അടിയന്തരമായി വിളിച്ചു ചേർക്കുന്നതിനും അതാത് വാർഡുകളിൽ കിണർ ക്ലോറിനേഷൻ, പൊതു ഓടകളുടെ ശുചീകരണം, ഫോഗിംഗ്, സ്പ്രേയിംഗ്, സോഴ്സ് റീഡക്ഷൻ തുടങ്ങി കൊതുക് നശീകരണ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിനും യോഗം തീരുമാനിച്ചു. ചാലക്കുടി VR പുരത്തു നിന്നും ഡ്യൂട്ടിക്ക് പോയ പോലീസുകാരനെ കാണാനില്ലെന്ന് പരാതി. ആളൂർ സ്റ്റേഷനിലെ CPO 34 വയസ്സുള്ള PA സലേഷിനെയാണ് കാണാതായത്. ബുധനാഴ്ച രാവിലെ ബൈക്കിലാണ് ഇയാൾ ജോലിക്ക് പോയത്. എന്നാൽ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചേർന്നിട്ടില്ല. ബൈക്ക് പിന്നീട് ചാലക്കുടി KSRTC ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും കണ്ടെത്തി. തുടർച്ചയായി അന്വേഷിച്ചെങ്കിലും യാതൊരു വിവരവും ലഭിച്ചില്ല. മൊബൈൽ ഫോണും പ്രവർത്തനരഹിതമാണ്. സഹോദരന്റെ പരാതിയെ തുടർന്ന് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കൊടുങ്ങല്ലൂരിൽ അയൽവാസികൾ തമ്മിലുള്ള വഴിത്തർക്കത്തെ തുടർന്നുണ്ടായ അടിപിടിക്ക് പിറകെ ഗൃഹനാഥൻ മരിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ ഹാജരായ ആളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. കൊടുങ്ങല്ലൂർ JTSന് സമീപം താമസിക്കുന്ന പോത്തേത്ത് വർഗീസ് മരിച്ച കേസിൽ അയൽവാസി ചൊവ്വല്ലൂർ വീട്ടിൽ സാജനാണ് അറസ്റ്റിലായത്. വർഗീസിന്റെ മരണത്തിന് പിറകെയാണ് സാജൻ കൊടുങ്ങല്ലൂർ പോലീസിൽ കീഴടങ്ങിയത്. മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്കാണ് പ്രതിക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. വെളുത്തൂരിൽ ഉത്സവ ഗാനമേളയ്ക്കിടെ ഉണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലെടുത്തവരെ അന്തിക്കാട് CI കരിക്ക് കൊണ്ട് ക്രൂരമായി മർദ്ദിച്ചതായി പരാതി. 6 പേർ തൃശൂർ ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി.
ജില്ലയിൽ ഹയർ സെക്കൻഡറി പരീക്ഷയിൽ 82.40% വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ 77.59% വിജയം. 27,078 വിദ്യാർത്ഥികൾ ഉപരിപഠനത്തിന് യോഗ്യത നേടി. കൊടകരയിൽ BPCL പാചകവാതക പ്ലാന്റിലെ ഡ്രൈവർക്ക് CITU കയറ്റിറക്ക് തൊഴിലാളികളുടെ ക്രൂരമർദ്ദനം. മർദ്ദനത്തിന്റെ CCTV ദൃശ്യങ്ങൾ TCVക്ക് ലഭിച്ചു. മഞ്ചേശ്വരത്ത് വാഹനാപകടത്തിൽ മരിച്ച ഇരിങ്ങാലക്കുട സ്വദേശികൾക്ക് നാടിന്റെ കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി. മൂവരുടെയും സംസ്കാരം വീട്ടുവളപ്പിൽ നടന്നു. വാൽപ്പാറയിൽ ആദിവാസി യുവാവിനെ കാട്ടാന ചവിട്ടിക്കൊന്നു. നെടുംകുട്ര ആദിവാസി ഊരിലെ രവിയാണ് കൊല്ലപ്പെട്ടത്. വാച്ചുമരം ആദിവാസി കോളനിയിൽ നിന്നും കാണാതായ വയോധികയ്ക്ക് വേണ്ടി വ്യാഴാഴ്ച നടന്ന തിരച്ചിലും വിഫലം. കൊടൂരിൽ വീടിനകത്ത് അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 25 പവന്റെ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ച സംഭവം. അയൽവാസികളായ അമ്മയും മകളും അറസ്റ്റിൽ. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.